ഹലോ, സൻവീസ് വേൾഡിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓർഗണ്ടി ക്ലോത്ത് വെച്ച് എങ്ങനെ ഈസി ആയിട്ട് റോസാപ്പൂക്കൾ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ 7 സെൻറ്റിമീറ്റർ വീതി നീളമുള്ള പീസുകളായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. നമുക്ക് പൂവിൻ്റെ വലിപ്പമനുസരിച്ച് അളവ് കൂട്ടുക കുറയ്ക്കുക വേണമെങ്കിൽ ചെയ്യാം. ഒരു പൂവുണ്ടാക്കാനായിട്ട് 10 പീസുകൾ ഇതേപോലെ വേണം. ഇനി ഇത് ഒരെണ്ണം എടുത്തിട്ട് കോണോട് കോണൊന്ന് വലിച്ച് നീട്ടി കൊടുക്കണം. എന്നിട്ട് രണ്ടറ്റവും ഇതേപോലെ ഇങ്ങനെ മുട്ടിച്ച് വയ്ക്കണം. എന്നിട്ട് ഇതേപോലെ മടക്കി കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ അറ്റം ഒന്ന് നീട്ടി വലിക്കണം. അതാണ് ചുരുട്ടി കൊടുക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ കിട്ടും. ഇനി രണ്ടറ്റവും ചുരുട്ടി കൊടുക്കണം. അതിനായിട്ട് ഞാനൊരു പേനയുടെ റീഫിൽ എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ചുരുട്ടി കൊടുക്കണം രണ്ടറ്റവും. അപ്പം നമുക്ക് ഇതേപോലെ ഇതളുകൾ കിട്ടും. ഇത് വെച്ചാണ് നമ്മൾ റോസാപ്പൂ ഉണ്ടാക്കുന്നത്. ഞാനിവിടെ 10 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒരു പൂവ് ഉണ്ടാക്കാനായിട്ട് 10 എണ്ണം വേണം. അടുത്തായിട്ട് ഇവിടെ ഒരു അലൂമിനിയത്തിൻ്റെ കമ്പി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് കമ്പി വേണമെങ്കിലും എടുക്കാം. ഇതിൻ്റെ അറ്റം ഒന്ന് വളച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് ഇതേപോലെ ആദ്യത്തെ ഇതൾ നമ്മൾ ചെയ്യുമ്പോൾ ഇതേപോലെ ഉള്ളിലേക്ക് വെച്ചിട്ട് വേണം ഇങ്ങനെ ഇതേപോലെ മടക്കി കൊടുക്കണം. നല്ല ടൈറ്റായിട്ട് വേണം ആദ്യത്തെ ഇതിൽ ഇങ്ങനെ മടക്കി കൊടുക്കാൻ. എന്നിട്ടൊരു നൂല് വെച്ച് കെട്ടി കൊടുക്കണം. എന്നിട്ട് ഈ ഇതള് എൻഡായ സ്ഥലത്ത് നിന്ന് വേണം അടുത്ത ഇതള് വെക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതേപോലെ നൂല് വെച്ച് ചുറ്റി കൊടുക്കണം. ഇതേപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാ ഇതളും വെച്ച് ഇതേപോലെ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കെട്ടിട്ട് കൊടുക്കണം. ഇപ്പം നമ്മുടെ പൂവിൻ്റെ ഇതളുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ക്രേപ്പ് പേപ്പറിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. 6 സെൻറ്റിമീറ്റർ നീളവും വീതിയും എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കണം. ഇനി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഇതേപോലെ കിട്ടും. ഇനി ഇതിൻ്റെ അറ്റം ഒന്ന് മുറിച്ച് കൊടുക്കണം. ഇനി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അവിടെ കുറച്ച് ഫെവിക്കോൾ തേച്ചിട്ട് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഇതിൻ്റെ മീതായിട്ടാണ് ഒട്ടിച്ച് കൊടുക്കേണ്ടത്. ഇതാണ് നമ്മൾ പൂവിൻ്റെ അടിയിൽ വെക്കുന്നത്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഇലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതേപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലോറൽ കമ്പി എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ഇലയുടെ ആകൃതിയിലൊന്ന് വെട്ടി കൊടുക്കണം. ഇനി ഇതിൽ ഫെവിക്കോൾ തേച്ചിട്ട് കമ്പി ഇതിന് മീതെ ഒന്ന് വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മീതെ ഒരു ഇല കൂടി ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഇത് ഗ്രീൻ ടേപ്പ് വെച്ചൊന്ന് ചുറ്റി കൊടുക്കണം. ഇപ്പോൾ ഇലകൾ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഫെവിക്കോൾ തേച്ച് കൊടുക്കണം. ഗ്രീൻ ടേപ്പ് നന്നായി ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഇലകൾ ഓരോന്നും വെച്ചുകൊണ്ട് ഗ്രീൻ ടേപ്പ് ഇങ്ങനെ ചുറ്റി കൊടുക്കണം. ഇത് ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓർഗണ്ടി ക്ലോത്ത് ക്രാഫ്റ്റ് ഷോപ്പിൽ കിട്ടും മേടിക്കാനായിട്ട്. മീറ്ററ് 40 രൂപയാണ്. ഇപ്പം നമ്മുടെ പൂവെല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 5 പൂക്കൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഓരോ വലിപ്പത്തിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.